15/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ കുട്ടികളായ നിങ്ങളെ സ്വച്ഛ ബുദ്ധിയുള്ളവരാക്കുവാൻ വന്നിരിക്കുന്നു. എപ്പോൾ സ്വച്ഛമാകുമോ അപ്പോൾ നിങ്ങൾക്ക് ദേവതയാകുവാൻ സാധിക്കും. ചോദ്യം: ഈ ഡ്രാമയുടെ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട പ്ലാൻ ഏതാണ്? അതിൽ നിന്നും ബാബയ്ക്ക് പോലും ഒഴിവാകുവാൻ സാധിക്കില്ല. ഉത്തരം: ഓരോ കൽപ്പത്തിലും ബാബയ്ക്ക് തൻ്റെ കുട്ടികളുടെ അടുത്ത് വരിക തന്നെ വേണം. പതിതരും ദുഃഖിതരുമായ കുട്ടികളെ സുഖമുള്ളവർ ആക്കുക തന്നെ വേണം. ഡ്രാമയുടെ ഈ പ്ലാൻ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധനത്തിൽ നിന്നും ബാബയ്ക്ക് പോലും മുക്തമാകുവാൻ സാധിക്കില്ല. ചോദ്യം: പഠിപ്പിക്കുന്നവനായ ബാബയുടെ മുഖ്യ വിശേഷത എന്താണ്? ഉത്തരം: ആ ഒന്ന് വളരെ നിരഹങ്കാരിയായി പതിത ലോകത്തിൽ പതിത ശരീരത്തിൽ വരുന്നു. ബാബ ഈ സമയത്ത് നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. നിങ്ങൾ പിന്നെ ദ്വാപരയിൽ ആ ഒന്നിനു വേണ്ടി സ്വർണത്തിൻ്റെ ക്ഷേത്രം നിർമ്മിക്കുന്നു. ഗീതം: ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, ഈ ഗീതം കേട്ടു. 2 ലോകമുണ്ട്. ഒന്ന് പാപത്തിൻ്റെ ലോകം, ഒന്ന് പുണ്യത്തിൻ്റെ ലോകം. ദുഃഖത്തിൻ്റെ ലോകവും സുഖത്തിൻ്റെ ലോകവും. സുഖം തീർച്ചയായും പുതിയ ലോകത്തിലും പുതിയ കെട്ടിടത്തിലുമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പഴയ കെട്ടിടത്തിൽ ദുഃഖം തന്നെയാണുള്ളത്. അതിനാൽ അതിനെ ഇല്ലാതാക്കുന്നു. പിന്നെ പുതിയ കെട്ടിടത്തിൽ സുഖത്തിൽ ഇരിക്കണം. ഇപ്പോൾ കുട്ടികൾക്കറിയാം, ഭഗവാനെ ഏതെങ്കിലും മനുഷ്യർ അറിയുന്നില്ല. രാവണ രാജ്യം ആയത് കാരണം തീർത്തും കല്ല് ബുദ്ധിയും തമോ പ്രധാന ബുദ്ധിയും ആയിരിക്കുകയാണ്. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, എന്നെ ഭഗവാൻ എന്ന് പറയുന്നു, പക്ഷേ ആരും അറിയുന്നതേയില്ല. ഭഗവാനെ അറിയുന്നില്ലെങ്കിൽ ഒരു ഉപയോഗവും ഇല്ലാത്തതായി. ദുഃഖത്തിൽ തന്നെയാണ് ഹേ പ്രഭു, ഹേ ഈശ്വര എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പക്ഷേ വണ്ടറാണ്, ഒരു മനുഷ്യൻ പോലും പരിധിയില്ലാത്ത പിതാവായ രചയിതാവിനെ അറിയുന്നില്ല. സർവവ്യാപിയാണ്, മത്സ്യത്തിലും കൂർമ്മത്തിലും പരമാത്മാവുണ്ട് എന്ന് പറയുന്നു. ഇത് പരമാത്മാവിൻ്റെ അപകീർത്തി ചെയ്യുന്നതാണ്. ബാബയെ എത്ര ഡീഫെയിം ചെയ്യുന്നു. അതിനാൽ ഭഗവാൻ വാചയാണ്, എപ്പോഴാണോ ഭാരതത്തിൽ എൻ്റെയും ദേവീ ദേവതമാരുടെയും അപകീർത്തി ചെയ്ത് പടി ഇറങ്ങി തമോ പ്രധാനമായി മാറുന്നത്, അപ്പോൾ ഞാൻ വരുന്നു. ഡ്രാമയനുസരിച്ച് കുട്ടികൾ പറയുന്നു, ഈ പാർട്ടിൽ ഏതായാലും വരേണ്ടി വരും. ബാബ പറയുന്നു, ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഡ്രാമയിൽ നിന്നും എനിക്കും ഒഴിവാകുവാൻ സാധിക്കില്ല. എനിക്കും പതിതരെ പാവനമാക്കുവാൻ വരേണ്ടി തന്നെ വരുന്നു. ഇല്ലെങ്കിൽ പുതിയ ലോകം ആര് സ്ഥാപിക്കും? കുട്ടികളെ രാവണ രാജ്യത്തിലെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പുതിയ ലോകത്തിലേക്ക് ആര് കൊണ്ടുപോകും? ഈ ലോകത്തിൽ ഇങ്ങനെ വളരെയധികം ധനികരായ മനുഷ്യരുണ്ട്. നമ്മൾ സ്വർഗത്തിലിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. ധനമുണ്ട്, കൊട്ടാരമുണ്ട്, എയ്റോപ്ലെയിനുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ചിലർ രോഗബാധിതമാകുന്നു. ഇരിക്കവേ തന്നെ മരിച്ചു പോകുന്നു. എത്ര ദുഃഖമുണ്ടാകുന്നു. സത്യയുഗത്തിൽ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുന്നില്ലെന്നും ദുഃഖത്തിൻ്റെ കാര്യമേയില്ലെന്നും അവർക്കറിയില്ല. അവിടെ ആയുസ്സും നീണ്ടതായിരിക്കും. ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. അവിടെ എന്താണുള്ളത്? ഇത് ആർക്കും അറിയില്ല. അതിനാൽ ബാബ പറയുന്നു, എത്ര തുച്ഛബുദ്ധിയാണ്. ഞാൻ വന്ന് ഇവരെ സ്വച്ഛബുദ്ധിയാക്കുന്നു. രാവണൻ കല്ലുബുദ്ധിയും തുച്ഛബുദ്ധിയുമാക്കുന്നു. ഭഗവാൻ സ്വച്ഛബുദ്ധി ആക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ നിങ്ങളെ മനുഷ്യനിൽ നിന്നും ദേവത ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാ കുട്ടികളും പറയുന്നു, സൂര്യവംശി മഹാരാജാവും മഹാറാണിയും ആകാൻ വന്നിരിക്കുകയാണ്. എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. നരനിൽ നിന്നും നാരായണൻ ആകണം. ഇതാണ് സത്യനാരായണന്റെ കഥ. പിന്നെ ഭക്തിയിൽ ബ്രാഹ്മണർ കഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആരും നരനിൽ നിന്നും നാരായണൻ ആകുന്നൊന്നുമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ നരനിൽ നിന്നും നാരായണൻ ആകുവാൻ വന്നിരിക്കുകയാണ്. ചിലർ ചോദിക്കുന്നു, താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പറയൂ. നരനിൽ നിന്നും നാരായണൻ ആവുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. എന്നാൽ ഇത് ഒരു പ്രസ്ഥാനം അല്ല, ഇത് കുടുംബമാണ്. മാതാവും പിതാവും കുട്ടികളും ഇരിക്കുകയാണ്. ഭക്തിമാർഗത്തിൽ പാടുമായിരുന്നു, നീ മാതാവും പിതാവുമാണ്. ഹേ മാതാപിതാവേ, എപ്പോഴാണോ അങ്ങ് വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങിൽ നിന്നും അതിരറ്റ സുഖം നേടുന്നു. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നുവല്ലോ, അതും സ്വർഗത്തിൻ്റെ. ഇപ്പോൾ ഇങ്ങനെയുള്ള ബാബയെ കാണുമ്പോൾ എത്ര സന്തോഷത്തിൻ്റെ രസം കയറേണ്ടതാണ്. ആ ഒന്നിനെ പകുതി കൽപ്പം ഓർമ്മിച്ചു. ഹേ ഭഗവാനെ, വരൂ. അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങയിൽ നിന്നും വളരെയധികം സുഖം നേടും. ഈ പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു, അതും 21 ജന്മത്തേക്ക്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ദൈവീക സമ്പ്രദായം ആക്കുന്നു. രാവണൻ ആസുരീയ സമ്പ്രദായമാക്കുന്നു. ഞാൻ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. അവിടെ പവിത്രത കാരണം ആയുസ്സും വലുതായിരിക്കും. ഇവിടെ ഭോഗിയാണ്, പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ യോഗത്തിലൂടെ ലഭിച്ച സമ്പത്തുണ്ടായിരിക്കുന്നു. ആയുസ്സും 150 വർഷം ഉണ്ടായിരിക്കും. തൻ്റേതായ സമയത്ത് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ഈ നോളജ് ബാബ തന്നെയാണ് ഇരുന്ന് നൽകുന്നത്. ഭക്തർ ഭഗവാനെ അന്വേഷിക്കുന്നു. ശാസ്ത്രം പഠിക്കുന്നത്, തീർത്ഥയാത്ര ചെയ്യുന്നത്, ഇതെല്ലാം ഭഗവാനെ ലഭിക്കുന്നതിൻ്റെ വഴികളാണ് എന്ന് വിചാരിക്കുന്നു. ബാബ പറയുന്നു, ഇത് വഴിയേ അല്ല. വഴി ഞാൻ തന്നെയാണ് പറഞ്ഞു തരിക. നിങ്ങൾ പറയുമായിരുന്നു, ഹേ അന്ധരുടെ ഊന്നുവഴിയായ പ്രഭു, വരൂ, നമ്മളെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകൂ. അപ്പോൾ ബാബ തന്നെയാണ് സുഖധാമത്തിൻ്റെ വഴി പറഞ്ഞു തരുന്നത്. ബാബ ഒരിക്കലും ദുഃഖം നൽകുന്നില്ല. ഇത് ബാബയിൽ അസത്യമായ ആരോപണം ഉന്നയിക്കുന്നതാണ്. ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഭഗവാനെ അപകീർത്തിപ്പെടുത്താൻ തുടങ്ങുന്നു. ബാബ പറയുന്നു, ഞാൻ ആരെയും കൊല്ലുന്നില്ല, അല്ലെങ്കിൽ ദുഃഖം നൽകുന്നില്ല. ഇതാകട്ടെ ഓരോരുത്തരുടെയും സ്വന്തം പാർട്ടാണ്. ഞാൻ ഏതൊരു രാജ്യം സ്ഥാപിക്കുന്നുവോ അവിടെ അകാല മൃത്യുവോ ദുഃഖമോ മറ്റോ ഒരിക്കലും ഉണ്ടാകുന്നതേയില്ല. ഞാൻ നിങ്ങളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. കുട്ടികൾക്ക് രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. ആഹാ, ബാബ നമ്മളെ പുരുഷോത്തമൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. സംഗമയുഗത്തെ പുരുഷോത്തമം എന്ന് പറയുന്നുവെന്ന് മനുഷ്യർക്ക് അറിയുകയില്ല. ഭക്തിമാർഗത്തിൽ ഭക്തർ പിന്നെ പുരുഷോത്തമ മാസവും മറ്റും ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ പുരുഷോത്തമ യുഗമാണ്. ഇതിൽ ബാബ വന്ന് ഉയർന്നതിലും ഉയർന്നതാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമം ആയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഉയർന്നതിലും ഉയർന്ന പുരുഷോത്തമർ ലക്ഷ്മി നാരായണൻ തന്നെയാണ്. മനുഷ്യരാണെങ്കിൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. കയറുന്ന കല്ലയിലേക്ക് കൊണ്ടുപോകുന്നവൻ ഒരേ ഒരു ബാബയാണ്. ഏണിപ്പടിയിന്മേൽ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ബാബ പറയുന്നു, ഇപ്പോൾ കളി പൂർത്തിയായി, വീട്ടിലേക്ക് പോരൂ. ഇപ്പോൾ ഈ പഴയതും മോശവുമായ വസ്ത്രം ഉപേക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യം പുതിയ ലോകത്തിൽ സദോ പ്രധാനമായിരുന്നു. പിന്നെ 84 ജന്മങ്ങളെടുത്ത് തമോ പ്രധാനവും ശൂദ്രനുമായി. ഇപ്പോൾ വീണ്ടും ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണൻ ആയിരിക്കുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് ഭക്തിയുടെ ഫലം നൽകുവാൻ.
ബാബ സത്യയുഗത്തിൽ ഫലം നൽകിയിരുന്നു. ബാബ തന്നെയാണ് സുഖദാതാവ്. പതീത പാവനായ ബാബ വരുമ്പോൾ മുഴുവൻ ലോകത്തെയും മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയെയും സതോപ്രധാനമാക്കുന്നു. ഇപ്പോഴാണെങ്കിൽ പ്രകൃതിയും തമോ പ്രധാനമാണ്. ധാന്യങ്ങളും മറ്റും ലഭിക്കുന്നതേയില്ല. അവർ കരുതുന്നു നമ്മൾ ഇന്നതെല്ലാം ചെയ്യുന്നു, അടുത്ത വർഷം വളരെയധികം ധാന്യം ഉണ്ടാകും. പക്ഷേ ഒന്നും ഉണ്ടാകുന്നില്ല. നാച്ചുറൽ കലാമിറ്റീസിനെ ആർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഫാമിൻ അഥവാ ക്ഷാമം ഉണ്ടാകും, എർത്ത് ക്വേക്ക് ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, രക്തത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ സമ്പത്ത് നേടൂ. ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകാൻ വന്നിരിക്കുന്നു. മായാരാവണൻ ശാപം നൽകുന്നു, നരകത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. ഈ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. ബാബ പറയുന്നു, ഡ്രാമയനുസരിച്ച് ഞാനും ശിവാലയം സ്ഥാപിക്കുന്നു. ഈ ഭാരതം ശിവാലയം ആയിരുന്നു, ഇപ്പോൾ വേശ്യാലയമാണ്. വിഷയസാഗരത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ ശിവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. നമ്മളെ പരിധിയില്ലാത്ത ഭഗവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരി ആക്കുന്നു. ഭാരതവാസികൾ തൻ്റെ ധർമ്മത്തെ തന്നെ അറിയുന്നില്ല. നമ്മുടെ വംശാവലി വലുതിലും വലുതാണ്. അതിൽ നിന്നും മറ്റ് വംശാവലികൾ വരുന്നു. ആദി സനാതനം ഏതൊരു ധർമ്മമാണ്, ഏതൊരു വംശാവലി ആയിരുന്നു, ഇത് മനസ്സിലാക്കുന്നില്ല. ആദി സനാതനം ദേവീദേവതാ ധർമ്മത്തിലുള്ളവരുടെ വംശാവലിയാണ്. പിന്നെ സെക്കൻഡ് നമ്പറിലേതാണ് ചന്ദ്രവംശി വംശാവലി, പിന്നെ ഇസ്ലാമി വംശത്തിൻ്റെ വംശാവലി. ഈ മുഴുവൻ വൃക്ഷത്തിൻ്റെയും രഹസ്യം മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, എത്ര വംശാവലികളാണ്, ശാഖോപശാഖകൾ എത്രമാത്രമുണ്ട്. ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണ് വന്ന് ബുദ്ധിയിൽ ഇടുന്നത്. ഇത് പഠനമാണ്, ഇത് ദിവസവും പഠിക്കേണ്ടതാണ്. ഭഗവാൻ വാച, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. വിനാശി ധനം ദാനം ചെയ്യുന്നതിലൂടെ പതീത രാജാക്കന്മാർ ആകാൻ സാധിക്കും. ഞാൻ നിങ്ങളെ ഈ വിധം പാവനമാക്കുന്നു. അതിലൂടെ നിങ്ങൾ 21 ജന്മത്തേക്ക് വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുന്നില്ല. തൻ്റേതായ സമയത്ത് ശരീരം ഉപേക്ഷിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഡ്രാമയുടെ രഹസ്യവും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ആ സിനിമയും ഡ്രാമയും മറ്റും ഇറങ്ങിയിരിക്കുകയാണ്. ഇതുപയോഗിച്ച് മനസ്സിലാക്കിക്കുന്നതും സഹജമാണ്. ഇക്കാലത്താണെങ്കിൽ വളരെയധികം ഡ്രാമയും മറ്റും ഉണ്ടാക്കുന്നു. മനുഷ്യർക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കുകയാണ്. അതെല്ലാം പരിധി ഉള്ളതാണ്. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഈ സമയത്ത് മായയുടെ ബോംബ് പുറമോടി വളരെയധികമുണ്ട്. മനുഷ്യർ വിചാരിക്കുന്നു ഇപ്പോൾ സ്വർഗം ആയിരിക്കുകയാണ്. മുൻപ് ഇത്രയും വലിയ ബിൽഡിങ്സോ മറ്റോ ഉണ്ടായിരുന്നില്ല. എത്ര ഓപ്പോസിഷനാണുള്ളത്. ഭഗവാൻ സ്വർഗം രചിക്കുന്നു, മായയും തൻ്റെ സ്വർഗം കാണിക്കുന്നു. ഇതെല്ലാം മായയുടെ ബോംബാണ്. മായ എത്ര ശക്തമാണോ അത്രയും ഫോൾ അഥവാ പതനം ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ അതിനോട് മുഖം തിരിക്കണം. ബാബ ദരിദ്രരുടെ നാഥനാണ്. ധനികരെ സംബന്ധിച്ച് സ്വർഗമാണ്. പാവം ദരിദ്രർ നരകത്തിലാണ്. ഇപ്പോൾ നരകവാസികളെ സ്വർഗവാസി ആക്കേണ്ടതുണ്ട്. ദരിദ്രർ തന്നെയാണ് സമ്പത്ത് നേടുന്നത്. ധനികർ വിചാരിക്കുന്നു നമ്മൾ സ്വർഗത്തിലിരിക്കുകയാണ്. സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ്. ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഭാരതം എത്ര യാചകനായിരിക്കുകയാണ്. ഭാരതം തന്നെ എത്ര സമ്പന്നമായിരുന്നു. ഒരേ ഒരു ആദി സനാതന ധർമ്മമുണ്ടായിരുന്നു. ഇപ്പോഴും എത്ര പഴയ വസ്തുക്കൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു.
ഇത്ര വർഷങ്ങൾ പഴക്കമുള്ള വസ്തുവാണ് എന്ന് പറയുന്നു. എല്ലുകൾ കണ്ടെത്തുന്നു, ഇത്രയും ലക്ഷക്കണക്കിന് വർഷങ്ങളുടേതാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ എല്ലുകൾ എവിടെ നിന്നും വരിക സാധ്യമാണ്? അതിന് പിന്നെ എത്രമാത്രം വിലയും വയ്ക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു, ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് വരുന്നു. ഈ ബ്രഹ്മാവ് സാകാരിയാണ്, ഇദ്ദേഹം പിന്നെ സൂക്ഷ്മവതനവാസിയായ ഫരിസ്തയാകുന്നു. അത് അവ്യക്തം, ഇത് വ്യക്തം. ബാബ പറയുന്നു, ഞാൻ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൻ്റെയും അന്തിമത്തിൽ വരുന്നു. ആരാണോ നമ്പർ 1 പാവനം, അത് പിന്നെ നമ്പർ 1 പതീതമാണ്. ഞാൻ ഇദ്ദേഹത്തിൽ വരുന്നു, കാരണം ഇദ്ദേഹത്തിന് തന്നെ വീണ്ടും നമ്പർ 1 പാവനം ആകേണ്ടതുണ്ട്. ഇദ്ദേഹം സ്വയം ഞാൻ ഭഗവാനാണ്, ഇന്നയാളാണ് എന്നെവിടെയാണ് പറയുന്നത്? ബാബയും മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തിലൂടെ എല്ലാവരെയും സതോപ്രധാനം ആക്കുന്നു. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ അശരീരിയായി വന്നിരുന്നു, പിന്നെ 84 ജന്മങ്ങളെടുത്ത് പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ, ദേഹാഭിമാനം ഇല്ലാതാക്കൂ. കേവലം ഓർമ്മയുടെ യാത്രയിലിരിക്കണം, മറ്റൊരു പ്രയാസവുമില്ല. ആര് പവിത്രമാക്കുമോ, നോളജ് കേൾക്കുമോ, അവർ തന്നെ വിശ്വത്തിൻ്റെ അധികാരിയാകും. എത്ര വലിയ സ്കൂളാണ്! പഠിപ്പിക്കുന്നവനായ ബാബ എത്ര നിരഹങ്കാരിയായി പതീത ലോകത്തിൽ പതീത ശരീരത്തിൽ വരുന്നു. ഭക്തിമാർഗത്തിൽ നിങ്ങൾ ആ ഒന്നിനു വേണ്ടി എത്ര നല്ല സ്വർണത്തിൻ്റെ ക്ഷേത്രം നിർമ്മിക്കുന്നു. ഈ സമയത്ത് നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. അപ്പോൾ പതീത ശരീരത്തിൽ വന്നിരിക്കുന്നു. പിന്നെ ഭക്തിമാർഗത്തിൽ നിങ്ങൾ എന്നെ സോമനാഥ ക്ഷേത്രത്തിൽ ഇരുത്തുന്നു. സ്വർണത്തിൻ്റെയും വജ്രങ്ങളുടെയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാം നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. അതിനാൽ സൽക്കരിക്കുന്നു. ഈ എല്ലാ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തി ആദ്യം അവ്യഭിചാരിയും പിന്നെ വ്യഭിചാരിയുമാകുന്നു. ഇക്കാലത്ത് നോക്കൂ, മനുഷ്യരുടെയും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗംഗാതീരത്ത് നോക്കൂ, ശിവോഹം എന്ന് പറഞ്ഞ് ഇരിക്കുന്നു. മാതാക്കൾ പോയി പാലർപ്പിക്കുന്നു, പൂജ ചെയ്യുന്നു. ഈ ദാതായും സ്വയം ചെയ്തിട്ടുണ്ട്. നമ്പർ 1 പൂജാരി ആയിട്ടുണ്ടല്ലോ, വണ്ടറാണല്ലോ. ബാബ പറയുന്നു, ഇത് വണ്ടർഫുൾ ലോകമാണ്. എങ്ങനെ സ്വർഗമാകുന്നു, എങ്ങനെ നരകമാകുന്നു, എല്ലാ രഹസ്യവും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനം ശാസ്ത്രങ്ങളിലില്ല, അത് ഫിലോസഫിയുടെ ശാസ്ത്രമാണ്. ഇത് സ്പിരിച്വൽ നോളജാണ്. അത് ആത്മീയ ഫാദറിനും ബ്രാഹ്മണരായ നിങ്ങൾക്കുമല്ലാതെ ആർക്കും നൽകാൻ സാധിക്കില്ല. ഇപ്പോൾ ബ്രാഹ്മണരായ നിങ്ങൾക്കല്ലാതെ ആത്മീയ നോളജ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ലഭിക്കുക സാധ്യമല്ല. ബ്രാഹ്മണർ ആകാത്തതുവരെയും ദേവത ആകുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ശ്രീകൃഷ്ണനല്ല. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. മായയുടേത് വളരെ വലിയ പോംപ് പുറം മോടിയാണ്. ഇതിൽ നിന്നും തൻ്റെ മുഖം തിരിക്കണം. സദാ ഈ സന്തോഷത്തിൽ രോമാഞ്ചമുണ്ടാകണം. നമ്മൾ ഇപ്പോൾ പുരുഷോത്തമം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വത്തിൻ്റെ രാജ്യഭാഗ്യം നേടുന്നതിനു വേണ്ടി കേവലം പവിത്രമാകണം. ഏതുപോലെ ബാബ നിരഹങ്കാരിയായി പതീത ലോകത്തിൽ പതീത ശരീരത്തിൽ വരുന്നുവോ, അതേപോലെ ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയായി സേവനം ചെയ്യണം. വരദാനം. ഒന്നിനോട് സർവബന്ധങ്ങളും നിറവേറ്റുന്നവരും സർവ തീരങ്ങളിൽ നിന്നും മുക്തവുമായ
സമ്പൂർണ്ണ ഫരിസ്തയായി ഭവിക്കട്ടെ. ഏതെങ്കിലും വസ്തു ഉണ്ടാക്കുമ്പോൾ, അത് തയ്യാറാകുമ്പോൾ വശങ്ങൾ വിടാൻ തുടങ്ങുന്നു. അതേപോലെ എത്രത്തോളം സമ്പന്ന സ്റ്റേജിൻ്റെ സമീപം വന്നുകൊണ്ടിരിക്കുമോ അത്രയും സർവ്വതിൽ നിന്നും അകന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ സർവബന്ധനങ്ങളിൽ നിന്നും വൃത്തിയിലൂടെ അകലുന്നത്, അതായത് ആരിലും മോഹം ഇല്ലാതിരിക്കുന്നത്, അപ്പോൾ സമ്പൂർണ്ണ ഫരിസ്തയാകും. ഒന്നിനോട് സർവബന്ധങ്ങളും നിറവേറ്റുക, ഇതാണ് ലക്ഷ്യസ്ഥാനം. ഇതിലൂടെ അന്തിമ ഫരിസ്ത ജീവിതത്തിൻ്റെ ലക്ഷ്യം സമീപത്ത് അനുഭവപ്പെടും. ബുദ്ധിയുടെ അലഞ്ഞുതിരിയൽ അവസാനിക്കും. സ്ലോഗൻ: അപകീർത്തി ചെയ്യുന്നവരെയും സമീപം കൊണ്ടുവരുന്ന തരത്തിലുള്ള കാന്തമാണ് സ്നേഹം. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. മനസ്സാ സേവനത്തിനു വേണ്ടി ബുദ്ധി വ്യർത്ഥം ചിന്തിക്കുന്നതിൽ നിന്നും മുക്തമാകേണ്ടത് ആവശ്യമാണ്. മന്മനാഭവയുടെ മന്ത്രത്തിൻ്റെ സഹജ സ്വരൂപം ആകേണ്ടത് ആവശ്യമാണ്. ശ്രേഷ്ഠ മനസ്സുള്ള, അതായത് സങ്കല്പം ശക്തിശാലിയായവരും ശുഭഭാവനയും ശുഭകാമനയും ഉള്ളവർ ആരാണോ, ആ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് മനസ്സിലൂടെ ശക്തികളുടെ ദാനം നൽകാൻ സാധിക്കുന്നു. ഓം ശാന്തി. യജ്ഞപിതാവായ ബാബ അവ്യക്ത രൂപധാരിയായി ശുദ്ധ സങ്കല്പ ശക്തി കൊണ്ട് വിശ്വത്തിലെ ആത്മാക്കളെ പരിപാലിക്കുന്നത് പോലെ ഞാനും ബാബയോടൊപ്പം വിശ്വമംഗളത്തിൻ്റെയും വിശ്വ പരിവർത്തനത്തിൻ്റെയും കാര്യത്തിൽ മനസ്സാ ശക്തിയിലൂടെ സഹയോഗി ആവുകയാണ്. ബാബയുടെ സാന്നിധ്യം എന്നെയും അവ്യക്ത രൂപധാരിയാക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് പരിഷ്ഠയാണ്. പ്രജ്വലിതമായ സൂര്യനിൽ നിന്നും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായ എന്നിൽ നിന്നും ആത്മീയ പ്രകാശരശ്മികൾ വ്യാപിക്കുകയാണ്. ഈ ആത്മീയ പ്രകാശരശ്മികൾ അന്യ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരുടെ മനസ്സിലും ബുദ്ധിയിലും പതിഞ്ഞിരിക്കുന്ന വ്യർത്ഥ വൈബ്രേഷൻസ് സമാപ്തമാകട്ടെ. ഈ ശക്തിശാലി സ്പിരിച്വൽ വൈബ്രേഷൻസ് ഒരേ സമയത്ത് അനേകം ആത്മാക്കളുടെ മനസ്സിലും ബുദ്ധിയിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ്. വിശ്വത്തിലെ
ഈ അനേകം ആത്മാക്കൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വരൂപമായി മാറട്ടെ.